ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിയിലെ ജനസമ്പർക്കം പാളി. മലപ്പുറത്ത് നടന്ന ആദ്യ പരിപാടിക്ക് 50-ൽ താഴെ ആളുകൾ മാത്രമാണ് എത്തിയത്. ക്ഷണിച്ചിരുന്നുവെങ്കിലും ജില്ലാ കളക്ടർ, SP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ എത്തിയില്ല. പരിപാടിയിലേക്ക് കൂടുതൽ ജനത്തെ പ്രതീക്ഷിച്ചുവെന്നാണ് ഇ ശ്രീധരന്റെ പ്രതികരണം. BJP അധികാരത്തിൽ വന്നാൽ 3 മാസം കൊണ്ട് പദ്ധതി നടപ്പാക്കുമെന്ന് ഇ ശ്രീധരൻ ആവർത്തിക്കുകയാണ്. BJP-കാരനായതുകൊണ്ട് പറയല്ല. ഇപ്പം BJP comes to power, I can assure you, within 3 months of taking power, the actual work will start. എന്തുകൊണ്ടെന്നാൽ BJP has got good contacts with the government of India, the railway minister, and even in oral, ഇപ്പം ഞാൻ ചെയ്യുന്ന ഓറൽ ഓർഡേഴ്സ് ഓഫ് ദ മിനിസ്റ്റർ, ഇലക്ട്രോണിക് ഓർഡേഴ്സ് വരും എനിടെ. എൻ്റെ അനുഭവത്തിൽ ഈ ഗവൺമെൻറ് എല്ലാം വർക്കിംഗ് വെരി സ്ലോ. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇങ്ങനെയൊരു പദ്ധതി കേന്ദ്രത്തിന്റെ ആലോചനയില്ല എന്ന കേന്ദ്രം പറഞ്ഞിട്ടും പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇ ശ്രീധരൻ. ഇന്നിപ്പോൾ പരിപാടിയിൽ നാട്ടുകാരാണോ എത്തിയത്? സ്മൃതി, കേന്ദ്ര സർക്കാരോ കേന്ദ്ര റെയിൽവേ മന്ത്രാലയമോ ഒരു തരത്തിലുള്ള പ്രഖ്യാപനവും നടത്താത്തൊരു സാഹചര്യത്തിൽ സമാന്തരമായിട്ട് ഈ പദ്ധതിയുമായിട്ട് ഇ ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽവേ പദ്ധതിയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യ ജനസമ്പർക്ക പരിപാടിയാണ് ഇന്നിപ്പോൾ മലപ്പുറത്ത് നടന്നത്. പരിപാടിക്ക് 50-ൽ താഴെ ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. നാട്ടുകാരായിട്ടുള്ള ആളുകളൊന്നും തന്നെയല്ല, മറിച്ച് ചില സംഘടനകളിൽ നിന്നുള്ള ചേംബർ ഓഫ് കൊമേഴ്സ് പോലെയുള്ള റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില സംഘടനകളിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇ ശ്രീധരൻ പരിപാടിയിൽ വെച്ച് നടത്തിയ ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ എന്താണ് വരാത്തതെന്ന് അറിയില്ല, കുറച്ചുകൂടെ ആളുകളെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഇ ശ്രീധരന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, BJP സംസ്ഥാന സർക്കാരിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ 3 മാസം കൊണ്ട് പദ്ധതി നടപ്പിലാക്കും. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് തന്നെ തനിക്ക് ഉറപ്പ് ലഭിച്ചതാണ്. അതേസമയം എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഇറക്കാൻ തയ്യാറാകുന്നില്ലെന്നൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. അത് സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങളുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ അദ്ദേഹം ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് 2 ആഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നടത്തുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. DMRCക്ക് അതുമായി ബന്ധപ്പെട്ട ഓർഡർ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 1.5 മാസം പിന്നിട്ടിരിക്കുന്നു. ജനസമ്പർക്ക പരിപാടി ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോഴും ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പക്ഷേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ജനസമ്പർക്ക പരിപാടിയിൽ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചതുപോലെ എങ്ങനെയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക, മലപ്പുറം ജില്ലയിലൂടെ ഉൾപ്പെടെ എങ്ങനെയായിരിക്കും ഇതിന്റെ പാത കൊണ്ടുപോകുക എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായുള്ള ചില പ്രഖ്യാപനങ്ങളും BJP. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.